വിശദമായ വാർത്തയിലേക്ക്. തൃശൂർ പി.ജി സ്റ്റേഷനിൽ നടന്ന പോലീസ് അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. പട്ടിക്കാട് ലാലീസ് ഹോട്ടൽ ഉടമ കെ.പി. ഔസേപ്പിനെയും മകനെയും പോലീസ് ഉദ്യോഗസ്ഥർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. 2023 മെയ് 24-ലാണ് പി.ജി എസ്.ഐ ആയിരുന്ന PM രതീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ മർദ്ദനം. 1.5 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് വിവരാവകാശ നിയമപ്രകാരം ഔസേപ്പിന് സ്റ്റേഷനിൽ നടന്ന മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചത്. എന്നാൽ കുറ്റക്കാർക്കെതിരെ ഇതുവരെ നടപടിയുണ്ടായിട്ടില്ല. നടരാജ് പരശുരാം ചേരുന്നു. നടരാജ്, ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ എങ്ങനെയാണ് പുറത്തു വരുന്നത്? 1, 2 ഇവരെ പിടിച്ചത്, പോലീസ് പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയത് എന്ത് കേസിലായിരുന്നു? അതിനുശേഷം ഇത്തരത്തിൽ ഇവർ പരാതി നൽകിയിട്ട് എന്തെങ്കിലും നടപടി ഉണ്ടായോ? അത് 2023 മെയ് 24-നാണ് സംഭവം നടക്കുന്നത്. അന്ന് തൃശൂർ പട്ടിക്കാട് ലാലീസ് ഹോട്ടൽ ഉടമയായ കെ.പി. ഔസേപ്പിനെയും മകനെയും പി.ജി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ സ്റ്റേഷനിൽ എത്തിയപ്പോൾ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ്, അല്ലെങ്കിൽ അപമാനിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഔസേപ്പിനെയും മകൻ പോൾ ജോസഫിനെയും സ്റ്റേഷനിൽ എത്തിച്ചാണ് ഉദ്യോഗസ്ഥർ അപമാനിച്ചത്. ഇത് സംഭവം അവരുടെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വന്നവർ ഭക്ഷണത്തിന്റെ നിലവാരത്തെപ്പറ്റി പരാതി പറയുകയും ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഇവർ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ആയിരുന്നു. ഈ പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ അതിന്റെ വിചാരണയ്ക്കിടെ ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനായ രതീഷ് മോശമായി പെരുമാറി എന്നുള്ളതാണ് ഇവരുടെ പരാതി. 1.5 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് വിവരാവകാശ നിയമപ്രകാരം ഔസേപ്പിന് സ്റ്റേഷൻ നടന്നതിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചത്. വിവരാവകാശ നിയമപ്രകാരം ദൃശ്യങ്ങൾക്ക് അപേക്ഷ നൽകിയെങ്കിലും പല കാരണങ്ങൾ പറഞ്ഞ അപേക്ഷ തള്ളുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ മർദ്ദനം നടത്തിയെന്ന ആരോപണം നേരിടുന്ന ഈ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ അല്ലുള്ള എറണാകുളത്തെ ഒരു പോലീസ് സ്റ്റേഷനിലാണ് ഇദ്ദേഹം ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് സുജിത്തിനെ പോലീസ് സ്റ്റേഷനിൽ പോലീസ് മർദ്ദിച്ച സംഭവം പുറത്തു വന്ന പശ്ചാത്തലത്തിൽ മറ്റൊരു കേസ് കൂടി ഇത്തരത്തിൽ പുറത്തു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതായത് പോലീസ് സ്റ്റേഷനിലെ പോലീസ് മർദ്ദനം മറ്റു സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് എന്നതിന്റെ തെളിവ് പറയുന്ന മറ്റൊരു ദൃശ്യം കൂടി പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അത് തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ളത് തന്നെയാണെന്നാണ് ഏറ്റവും ഇതിൽ ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ളൊരു കാര്യം. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. ഇതും ഏതാണ്ട് 1.5 വർഷം മുമ്പേ 2023 നടന്ന സംഭവമാണ്. അന്ന് ഭക്ഷണം നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു തർക്കത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയ ഹോട്ടൽ ഉടമയും സുഹൃത്തുക്കളെയും ഇത്തരത്തിൽ പോലീസുകാർ മോശമായി കൈകാര്യം ചെയ്തു എന്നുള്ളൊരു വിവരമാണ് പുറത്തു വരുന്നത്. അതിന്റെ എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇതിൽ ഇനി ഈ ഔസേപ്പും മകനും എങ്ങനെയാണ് നിയമപരമായിട്ട് ഇനി ഏത് തരത്തിലാണ് പോരാട്ടം? കാരണം ഇപ്പോഴും ഈ SI സർവീസിൽ തന്നെ ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഈ ദൃശ്യങ്ങൾ അകാരണമായിട്ടുള്ള മർദ്ദനമാണെങ്കിൽ, ഇനി അതല്ലെങ്കിൽ പോലും ഇത്തരത്തിൽ സ്റ്റേഷനിൽ മർദ്ദിച്ചതിൽ നടപടിയിലേക്ക് പോകേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഔസേപ്പ് പ്രതികരിക്കുന്നുണ്ടോ? ഇതിനെപ്പറ്റി ഒരു കൂടുതൽ പ്രതികരണത്തിന് അവർ തയ്യാറായിട്ടില്ല. അതായത് ഇത്തരത്തിൽ കുന്നംകുളം സംഭവവുമായി ബന്ധപ്പെട്ട് CCTV ദൃശ്യങ്ങൾ പുറത്തുവന്ന പശ്ചാത്തലത്തിൽ തങ്ങൾക്കുണ്ടായ ദുരനുഭവം വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ദൃശ്യങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഇതുവരെ ഇവർക്ക് ഇത്തരത്തിൽ ഒരു നീതി ലഭിച്ചില്ല എന്നിവർ പറയുന്നുണ്ടെങ്കിലും കൂടുതൽ നിയമ പോരാട്ടം എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഇവർ കൂടുതൽ വെളിപ്പെടുത്തലൊന്നും നടത്തിയിട്ടില്ല. കുന്നംകുളം സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവരും ഇത്തരത്തിൽ ഒരു ദൃശ്യങ്ങൾ പങ്കുവയ്ക്കുകയും മാത്രമാണ് ചെയ്തിട്ടുള്ളത്. മറ്റു നടപടികളെ കുറിച്ച് ഇവർ ആ സമയത്ത് ഔസേപ്പ് എവിടെയെങ്കിലും പരാതിപ്പെട്ടിരുന്നോ? ആരോടെങ്കിലും ഈ കാര്യങ്ങൾ അറിയിച്ചിരുന്നോ, ഇങ്ങനെ സ്റ്റേഷനിൽ വെച്ച് സംഭവിച്ചു എന്നതുൾപ്പെടെ? വളരെ അല്പസമയം മുമ്പാണ് ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ഇത് സംബന്ധിച്ചൊരു ഔദ്യോഗിക പ്രതികരണത്തിന് ഔസേപ്പ് തയ്യാറായിട്ടില്ല. ദൃശ്യങ്ങൾ പുറത്തുവിടുക മാത്രമാണ് അദ്ദേഹം സുഹൃത്തുക്കളും ചെയ്തത്. ഇത് സംബന്ധിച്ച് കൂടുതൽ എന്ത് കാര്യമാണ് ചെയ്യാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളോടൊന്നും അദ്ദേഹം ഇപ്പോൾ പ്രതികരിച്ചിട്ടില്ല. ഇതിന് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പോലീസ് സ്റ്റേഷനിൽ ഇത്തരം സംഭവങ്ങൾ തുടർച്ചയാകുന്നു, അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു എന്നുള്ളതാണ്. കുന്നംകുളം വിഷയം ഏറെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് മറ്റു പോലീസ് സ്റ്റേഷനുകൾ, പ്രത്യേകിച്ച് തൃശ്ശൂരിലെ മറ്റു പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇത്തരത്തിലൊരു ദൃശ്യം പുറത്തു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി നടരാജ്.